ഞങ്ങളിപ്പോ സംസാരിച്ചു വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. UAE ഇഷ്ടംപോലെ ആൾക്കാർ ജോലിക്ക് വരുന്നുണ്ടല്ലേ. ഇപ്പൊ വരുന്ന എല്ലാരും ഫാമിലി ആയിട്ടും പെണ്ണുങ്ങളായിട്ടൊന്നും വരണമെന്നില്ലല്ലോ. ബാച്ചിലേഴ്സ് ആയിട്ടും വരുന്നവരുണ്ട്. കാരണം അധ്വാനിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പോലെ. അപ്പൊ ഞങ്ങള് ഇപ്പോ ഈ ഒരു ഡാബ്സയിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താ അറിയോ? ബെഡ് സ്പേസ് കിട്ടല്ല. ഇനി ദുബായിൽ ഉള്ള വേറെ ആർക്കെങ്കിലും ഇതേ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ അറിയില്ല. ഞങ്ങൾക്ക് ഈ ഒരു അടുത്ത് ഞങ്ങളെ റൂം, ഞങ്ങൾ ആദ്യം നിന്നിരുന്ന റൂമിൽ നിന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കാണുന്ന ബാക്കിൽ കണ്ടുണ്ട്. ഇത് വാസലിന്റെ മറ്റേ വില്ലേജ് പ്രോപ്പർട്ടിയാ. അപ്പോ ഈ ഒരു ഏരിയയിൽ ഇഷ്ടം പോലെ തേടി തപ്പി നടന്നു. ബാച്ചിലർ ആണോ മോനെ? നോ, റൂമില്ല. പിന്നെ ബാച്ചിലേഴ്സ് ആയ ഞങ്ങളൊക്കെ എവിടെ പോകും? റോട്ട് കിടക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ പറയൂ, എന്ത് ചെയ്യാം? അതെ, ഒരു ബാച്ചിലർ ആയതിന്റെ രോദനങ്ങൾ എന്തൊക്കെ അവസ്ഥയെന്നറിയും. കരാമേലൊക്കെ ഈസി ആയിട്ട് അല്ലാണ്ട് വേറെ തട്ടിക്കൂടി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ ഈ ഭാഗത്തൊന്നും നടക്കുന്നില്ല. എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഞാൻ ഇന്നലെ അറിയാണ്ട നല്ലൊരു വീഡിയോ എടുത്തു. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത എന്തായാലും ഒരു കുറഞ്ഞതൊരു 500 പേരെങ്കിലും രാഹുലിനെ തിരിച്ചറിയും എന്നുള്ളത് എനിക്കറിയാം. രാഹുലിന്റെ കഴിവ് എന്താണ്, രാഹുലിന്റെ ബിസിനസ് പ്ലാനും ബിസിനസ് ഐഡിയ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയുന്നത് എനിക്കറിയാം. പക്ഷെ അത് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാണ്. നമ്മൾ വലിയ വ്ളോഗറാണ്. പറയുന്നതൊക്കെ ചെയ്യാ, കൈക്കൂലിയൊക്കെ തരാൻ നോക്കുക. എന്താ ചെയ്യാ?